മലബാറിലെ ഏറ്റവും വലിയ 21 മുതൽ 30 വരെ സ്ഥാനങ്ങളിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ 20 ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ മുഴുവനായും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 30-ാമത്തേത് മട്ടന്നൂർ. കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് മട്ടന്നൂർ. കണ്ണൂർ എയർപോർട്ടിന് അടുത്തുള്ള പട്ടണമാണ് മട്ടന്നൂർ. കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന റൂട്ടിൽ 26 കിലോമീറ്റർ ദൂരം വീതമാണ് ഇവിടത്തേക്കുള്ളത്. 29-ാമത്തേത് ബാലുശ്ശേരി. കൊയിലാണ്ടി താലൂക്കിലാണ് ബാലുശ്ശേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കൊയിലാണ്ടി എടവണ്ണ റോഡ് ബാലുശ്ശേരി പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. കോഴിക്കോട് നിന്നും 25 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഇരുപത്തിയെട്ടാമത്തേത് കൂത്തുപറമ്പ്. കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് കൂത്തുപറമ്പ്. കണ്ണൂർ, തലശ്ശേരി, പാനൂർ, ചെറുവാഞ്ചേരി, അഞ്ചരക്കണ്ടി, മട്ടന്നൂർ, കൊട്ടിയൂർ, മാനന്തവാടി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കണ്ണൂരിൽ നിന്നും 24 കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും 14 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. ഇരുപത്തിയേഴാമത്തേത് അരീക്കോട്. മലപ്പുറം ജില്ലയിലെ ഒരു പട്ടണമാണ് അരീക്കോട്. ഏറനാട് താലൂക്കിലാണ് അരീക്കോട് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കൊയിലാണ്ടി എടവണ്ണ റോഡ് അരീക്കോട് പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നിലമ്പൂർ, മഞ്ചേരി, കൊണ്ടോട്ടി, എടവണ്ണപ്പാറ, മാവൂർ, മുക്കം എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. വയനാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അരീക്കോട്. ഇരുപത്തിയാറാമത്തേത് ചെർപ്പുളശ്ശേരി. പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ചെർപ്പുളശ്ശേരി. ഒറ്റപ്പാലം താലൂക്കിലാണ് ചെർപ്പുളശ്ശേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്നും 43 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും 18 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും ഏതാണ്ട് ഒരേ ദൂരമാണുള്ളത്. ഇരുപത്തിയഞ്ചാമത്തേത് മുക്കം. കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മുക്കം. ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്താണ് മുക്കം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. വയനാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മുക്കം. കൊയിലാണ്ടി എടവണ്ണ റോഡ് മുക്കം പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. കോഴിക്കോട് നിന്നും 29 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഇരുപത്തിനാലാമത്തേത് പേരാമ്പ്ര. കൊയിലാണ്ടി താലൂക്കിലാണ് പേരാമ്പ്ര പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും 38 കിലോമീറ്ററും വടകരയിൽ നിന്നും 22 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. കുറ്റ്യാടി, വടകര, കൊയിലാണ്ടി, കോഴിക്കോട്, ഉള്ള്യേരി, ബാലുശ്ശേരി, പയ്യോളി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും.
23-ാമത്തേത് കുറ്റിപ്പുറം. ഭാരതപ്പുഴയുടെ തീരത്താണ് കുറ്റിപ്പുറം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. തിരൂർ, വളാഞ്ചേരി, എടപ്പാൾ, പൊന്നാനി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. തിരൂർ താലൂക്കിലാണ് കുറ്റിപ്പുറം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കുറ്റിപ്പുറം. ഇരുപത്തിരണ്ടാമത്തേത് വളാഞ്ചേരി. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് വളാഞ്ചേരി. കോട്ടക്കൽ, തിരൂർ, കുറ്റിപ്പുറം, പട്ടാമ്പി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. തിരൂർ താലൂക്കിലാണ് വളാഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കുറ്റിപ്പുറമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇരുപത്തിയൊന്നാമത്തേത് മാനന്തവാടി. വയനാട്ടിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മാനന്തവാടി. മാനന്തവാടി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മാനന്തവാടി. വയനാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മാനന്തവാടി. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ റോഡ് സൗകര്യമുള്ള പട്ടണവും മാനന്തവാടിയാണ്. കണ്ണൂർ, തലശ്ശേരി, ഇരിട്ടി, വടകര, കുറ്റ്യാടി, കോഴിക്കോട്, കൽപ്പറ്റ, ബത്തേരി, പുൽപ്പള്ളി, കുടക്, മൈസൂർ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. ആദ്യകാലത്ത് വയനാട് ജില്ലയുടെ ആസ്ഥാനവും വാണിജ്യ സ്ഥിരാ കേന്ദ്രവുമായിരുന്നു മാനന്തവാടി. കബനി നദിയുടെ തീരത്താണ് മാനന്തവാടി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.